ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കോസ്കോന്ന് ബൾക്കായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെക്കുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ചിക്കൻ തോല് കളയാനും തിരിച്ചൊക്കെ നമ്മൾ ചിക്കൻ വെക്കുന്ന ഏരിയ ആണിത്. ഇതിനെ മുൻതൂക്കം തൂക്കുന്നത് അഭിനന്ദാണ്. ചിക്കനെ തോല് പൊളിച്ച് ഇനി അത് കട്ട് ചെയ്യണം. കൂടാൻ ഗ്യൂസ്മോനും ഉണ്ട്. ഗൈസ്, ഇത് കണ്ടോ, ഇതാണ് കോസ്കോന്ന് വാങ്ങിച്ച ചിക്കൻ. ഇതിന് എത്ര രൂപയുടെ? $138. ഇത് അല്ലേ, എത്ര LB എഴുതിയേക്കണ്? 22 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. അതിന് $138. ഇതാണ് നമ്മൾ സ്ഥിരം വാങ്ങുന്ന ചിക്കൻ. ഇത് കോസ്കോയിൽ, ബിസിനസ് കോസ്കോയിലാണ് നമുക്കിത് കിട്ടുള്ളൂ. അതായത് നമ്മൾ ചിക്കൻ്റെ കൂടെ പാസ്തയും ബിരിയാണിയും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൽ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. എല്ലാം ഒരു വീഡിയോയിൽ തന്നെ ഒതുക്കാൻ നോക്കാം. ഗൈസ്, നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോൾ തിരുന്നറിയില്ല. അതിൻ്റെ കൂടെ പാസ്തയുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ചിക്കൻ സ്റ്റിൽ തോല് വിളിക്കാൻ ഒരാളുണ്ട്, കട്ട് ചെയ്യാൻ നമ്മൾ 2 പേരുണ്ട്. അവിടെ പാസ്തയുടെ കാര്യങ്ങൾ ജീസ്മോനാണ് കാര്യങ്ങളൊക്കെ നോക്കണേ. ജീസ്മോനെ എന്താ പൊളിക്കാണ് നമ്മൾ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പാസ്ത റെഡി ആവുന്നുണ്ട്. നമ്മളിനി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കും. ആദ്യം നമ്മൾ ചിക്കനെല്ലാം ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തിട്ട് ബിരിയാണിയിലേക്ക് ഡയറക്റ്റ് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഗൈസ്, ഇതെല്ലാം കൂടി ഒരുപാട് നേരം പിടിക്കും, നമുക്ക് നോക്കണ്ട. നമ്മളിപ്പോൾ തുടങ്ങിയേക്കുണ്ട് 3 മണിക്കാണ്. അപ്പോൾ 2:45 ആയപ്പോഴേക്കും നമ്മൾ തുടങ്ങിയേക്കുണ്ട്. എന്തോരം നേരം കൊണ്ട് ഇതെല്ലാം തീർക്കാൻ പോണേ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ശരി. ഈ ചിക്കനിലും നമ്മൾ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലയൊക്കെയാണ് നമ്മൾ ഇത് കറി വെക്കാനുള്ള ചിക്കനാണ്. നമ്മൾ ഗ്രില്ലടിച്ച് കറി വെക്കുന്ന ചിക്കനിൽ ആദ്യം മഞ്ഞളിട്ടു, മുളക് ഇട്ടു, ബ്ലാക്ക് പെപ്പർ ഇട്ടു, സോൾട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ മസാലയ്ക്കുള്ളത് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല സാധനങ്ങളൊക്കെ ഇടും. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഈ മല്ലിപ്പൊടിയും കൂടി. അതായത് ബിരിയാണിക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് സെറ്റ് ചെയ്യാണ്. നമ്മുടെ മസാല കൂട്ടുന്നത്, നമ്മുടെ ഓവൻ റെഡി ആയിട്ടുണ്ട്, പ്രീ ഹീറ്റൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് കയറ്റി വെച്ചാൽ മതി. 4 ചിക്കൻ കൂടിയും പീൽ ചെയ്താൽ ചിക്കന് ഓക്കെ. ബിരിയാണിക്കുള്ള ചിക്കൻ ഉണ്ടോ? ചിക്കനുള്ള ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് പാസ്തയ്ക്കുള്ള ചിക്കനാണ്. ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ അടിക്കാൻ വേണ്ടി കയറണം. ഓക്കെ ഗൈസ്, നമ്മുടെ ഉള്ളിയൊക്കെ റെഡി. ഇത് നമ്മുടെ അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ പാസ്തയ്ക്കുള്ള ചിക്കൻ ഗ്രില്ലടിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഗ്രില്ലടിക്കാനുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കട്ടിങ്ങാണ്. കട്ടിങ് ഇനിയും കുറേ കട്ട് ചെയ്യാനുണ്ട്. ഇത് ഒരു മാസത്തേക്കുള്ള ചിക്കനാണ്. നമ്മൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടി ബാഗാക്കി സെറ്റ് ചെയ്യണം. ഇതപ്പോൾ ഇതിൻ്റെ ബിരിയാണിയുടെ മസാലയല്ല, നമ്മൾ സ്പൈസസാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. ഇതൊരിക്കലും കുക്കിംഗ് വീഡിയോ അല്ല, ഇത് നമ്മൾ വ്ളോഗിങ് ആണ്. ഒരു കാനഡയിലെ ഒരു മെസ്സിൽ ഒരു 7 പേർക്ക് ഒരാഴ്ചയ്ക്ക് ഓടിക്കാനുള്ള ഫുഡിൻ്റെ ഒരു വ്ളോഗിങ് ആണ്. അപ്പോൾ കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യുകയാണ്, ഇത് ഒരിക്കലും കുക്കിംഗ് വീഡിയോ ആണെന്ന് വിചാരിച്ചത് കാണരുത്. ഇത് നമ്മുടെ കാനഡയിലെ ഒരു മെസ്സിൽ നമ്മൾ ഒരു വീക്കിലേക്ക് ഉണ്ടാക്കുന്ന ഫുഡാണ്. ചിക്കൻ നമ്മളൊരു മാസത്തേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ബാക്കി വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ ഗ്രില്ല് കയറ്റാണ്. ഇത് ബിരിയാണിക്ക് ഉള്ള ചിക്കനാണ്. നമ്മൾ പാസ്തയ്ക്കുള്ള ചിക്കനും ഇപ്പോൾ തന്നെ കയറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് പാസ്തയ്ക്കുള്ള ചിക്കനും അങ്ങനെ ഗ്രില്ലിലോട്ട് കയറ്റിയിട്ടുണ്ട്.
അതായത് നമ്മുടെ ഉള്ളിലൊക്കെ ഇട്ട് നമ്മൾ ഉള്ളി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്ത ആയിട്ടില്ല. എന്തൊക്കെയല്ലേ കൊച്ചു കാനഡയിൽ നടക്കണേ. പറ അഭിനന്ദനത്തിലൊക്കെ കട്ടിങ് കാണിച്ചിട്ട് പാട്. നമ്മൾ ഏതാണ്ട് 3 ബാഗോളം കയറ്റി 3 ആഴ്ചക്കുള്ള ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഏതാണ്ടൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ചക്കുള്ള ചിക്കനൊക്കെ റെഡിയാക്കി കണ്ട എല്ലാം ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഇത് 1, 2, 3, 4, 5 അതായത് ഒരു മാസം ഒരാഴ്ചക്കുള്ള ചിക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വീക്ക് നമ്മൾ ഓരോ ചിക്കൻ എടുക്കണം. പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഐസ്ക്രീം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിട്ടില്ല. ഇതായിട്ട് വേണം ബിരിയാണിക്കും പാസ്തയ്ക്കും സെറ്റ് ചെയ്യാൻ. നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തു. ഓക്കെ ഗൈസ്, അങ്ങനെയാണ്. അതാണ് നമ്മുടെ ഒരു കൊച്ചൊരു വീഡിയോ. നമ്മളെല്ലാം റെഡി ആയിട്ടുള്ളൊരു വീഡിയോയും കൂടി ഉണ്ടാവും. ഇത്ര നേരം കണ്ട എല്ലാവർക്കും വളരെയേറെ നന്ദി. ഇതുപോലെ കുറേ വീഡിയോസ് കാനഡയിലെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അതുവരെ വെയിറ്റ് ചെയ്യാം. പാസ്തയ്ക്കുള്ള ചിക്കൻ നമ്മൾ എടുത്തിട്ട് സെപ്പറേറ്റ് ഫ്രൈ അടിക്കുകയാണ്. ഹാഫ് കുക്കാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൽ ഓവനിൽ വെച്ച് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ ഇനിയും തിരിച്ച് കയറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ആ പാസ്തയ്ക്ക് വേണ്ടി എടുത്ത ചിക്കൻ നമ്മൾ ഫ്രൈ അടിക്കുകയാണ്. കൂടെ ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബിരിയാണി പ്ലാൻ മാറ്റി നൈസായിട്ട് നമ്മൾ ചിക്കൻ കറിയും പാസ്തയും ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് ഗൈസ് നമ്മൾ കഴിക്കാൻ പോവാണ്. ചിക്കൻ കറിയൊക്കെ കിട്ടില്ല. ചിക്കൻ കറിയും പാസ്തയും കിട്ടില്ല കേട്ടോ. നമുക്ക് ക്രീമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ മിൽക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ലെവൽ സാധനം. റെസിപ്പീസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാരണം ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് കൂടുതൽ റെസിപ്പി എന്നൊന്നും പറഞ്ഞ് ചോദിച്ചു വരരുത്. കുക്കിംഗ് വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്. നമ്മൾ സമയം കാണിക്കാൻ മറന്നുപോയി. സമയം ഇപ്പോൾ 4:15. റൈസ് മാത്രം നമ്മൾ ഒഴിവാക്കി. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഇത്രയും ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് റൈസിന് വേറെ ദിവസം ഉണ്ടാക്കാമെന്ന് വെച്ചു. ബാക്കിയെല്ലാം സെറ്റായി.